ഇന്ന് ചെറിയൊരു കൊട്ടയിട്ട് ഇറങ്ങിയത് സീഡ്ലെസ് ലെമൺ പറിക്കാനാണ് കേട്ടോ. അപ്പൊ കാപ്പിത്തോട്ടത്തിന്റെ ഉള്ളിലാട്ടുള്ളത്. അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാ. മഴ ഇല്ലാത്തതുകൊണ്ട് വേഗം അങ്ങോട്ട് പോവാ. ഇടയ്ക്ക് ചെറിയൊരു ചാറ്റിൽ മഴ, എന്നാലും വലിയ മഴയൊന്നും ഇല്ല അല്ലേ. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വന്നപ്പോ തന്നെ നല്ല ഷെയ്ഡായി. നമ്മളെ കാപ്പിത്തോട്ടം ഇങ്ങനെ ആയിരിക്കും, ഒരു ഇരുട് പോലെ വരും. അപ്പൊ ഇതാണ് കേട്ടോ, കാണുന്നുണ്ടോ നമ്മുടെ സീഡ്ലെസ് ലെമൺ മരം. ഞാനിപ്പോ പറിക്കാൻ വന്നതിനുള്ള പ്രധാന കാരണം അതാണ്. ഇതുപോലെ ചീഞ്ഞു വീഴും. അവിടെയൊക്കെ ഉണ്ട് വീണ്ടും. ഇങ്ങോട്ട് നോക്ക്. മഴ ആയി കഴിഞ്ഞാൽ നല്ല പഴുത്താലാട്ടോ ഇതുപോലെ വീഴുക. അത്യാവശ്യം നല്ല വലുപ്പമുള്ളതാണ്. ഇതിന് മുന്നേ കുറെ മുന്നേ നമ്മൾ ഇതിന്റെ വീഡിയോ ചെയ്ത് വേനലിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം നമുക്ക് വേനലിൽ അധികം കിട്ടിയില്ല. കഴിഞ്ഞ വർഷമൊക്കെ നല്ല വേനലുള്ളപ്പോൾ നമ്മൾ വീഡിയോ ചെയ്ത് കണ്ടോ, കുറേ പഴുത്തുണ്ട്. ഇതിന് കുരു ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഇതൊന്ന് കാണിച്ചു കൊടുക്കുക. ചെടി എന്നല്ല നമുക്ക് മരം എന്ന് പറയാം. അത്യാവശ്യം കുറച്ച് വലുപ്പമായിട്ടുണ്ട്. നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയ തൈയായിരുന്നു കേട്ടോ. സീഡ്ലെസ് ലെമണിന്റെ തൈ വന്ന സമയത്ത് കൃഷിഭവൻ നമ്മൾ വാങ്ങിച്ചു കൊണ്ടുപോയി വെച്ചു. ഇപ്പൊ ഇഷ്ടം പോലെ കായ്കൾ കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം വേനലിൽ നമുക്ക് കിട്ടിയില്ല. വേനലിലാണ് ഇതിന്റെ ഏറ്റവും ഉപയോഗം വരുന്നത്. നമുക്ക് വെള്ളം കലക്കാൻ നമ്മൾ ചെറുനാരങ്ങനെ കാട്ടിയും ടേസ്റ്റ് അല്ലേ നമ്മൾ ലൈമൊക്കെ ഉണ്ടാക്കിയാൽ. പിന്നെ കുറെ ആളുകൾ ഇതിന് പറയാം ഒടിച്ചത്തി നാരകം എന്നാട്ടോ. അത് ആ നാടൻ ഒടിച്ചത്തി നാരകം അല്ല കേട്ടോ. അത് ഇതിൽ കുരുവൊന്നുമില്ല. മറ്റേത് ഭയങ്കര പുളിയും പിന്നെ ഒടിച്ചത്തി നമ്മൾ വെള്ളം കലക്കിയാലൊക്കെ ഭയങ്കര കുറച്ച് കയ്പൊക്കെ വരും. പക്ഷെ ഇതിന് കുരു ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ലൈമൊക്കെ അടിച്ചു വെച്ചാലും കയ്പ് വരില്ല. അപ്പൊ നമുക്ക് പറിക്കല്ലോ നിങ്ങളെ. ഇതൊക്കെ നമ്മൾ നാടൻ ഒടിച്ചത്തിന്റെ ഷേപ്പാണ്. ചിലത് നീണ്ടതുണ്ട്. പക്ഷെ കുറച്ച് പാകമായി വരുമ്പോൾ ഒരു റൗണ്ട്, കുറച്ച് റൗണ്ട് അല്ല എന്നാലും ആ നീളം കുറഞ്ഞു പോകുന്നുണ്ട്. അവിടെ ഒക്കെ ഉണ്ട്. പറിക്കണമെങ്കിൽ പെട്ടെന്ന് കയറി പറിക്കാൻ പറ്റുന്നതല്ലല്ലോ. അതിനിടയ്ക്ക് നമ്മള് വേനലിൽ കായ്ക്കാത്തോണ്ടേ കാപ്പി കവാത്തെടുക്കുന്ന സമയത്ത്, പ്രൂൺ ചെയ്യുന്ന സമയത്ത് കുറെ ഒന്ന് വെട്ടി കൊടുത്തിട്ടോ. അങ്ങനെയല്ല ഉണക്കും. എന്നിട്ട് പിന്നെ ഉണക്ക് വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഉണക്ക് വരും. അങ്ങനെ വെട്ടി കൊടുത്തോണ്ട് കയറാൻ എളുപ്പമായി. മറ്റേ ഇങ്ങോട്ട് അടഞ്ഞു നിൽക്കാനും. അപ്പൊ പ്രൂൺ ചെയ്ത് കഴിഞ്ഞപ്പോഴൊക്കെയാണ് ഇതൊന്ന് പിന്നെ കായ്ച്ചത്. മുള്ള് നോക്കട്ടെ. എല്ലാ കാപ്പിച്ചെടിന്റെ ഇടയിലായിട്ട് ഇതുകൊണ്ട് പൊന്തിപ്പോയതാ. ഇതിങ്ങനെ വെക്കാൻ പറ്റുള്ളൂ. അത്രയും ഏരിയ വേണം മുള്ളുള്ളതുകൊണ്ട്. ഇതൊന്ന് പറിക്കട്ടെ. ഇതെല്ലാം പഴുത്ത കണ്ടില്ലേ, നല്ല അടിപൊളി പഴുത്തുണ്ട്. പക്ഷെ ഇത്ര പഴുത്ത് കഴിഞ്ഞാൽ മഴക്കാലത്ത് പിന്നെ അങ്ങോട്ട് ചീയും. അത് ചീന വേറെ ഒന്നും ഉണ്ടല്ലോ കേട്ടോ. മഴക്കാലത്ത് നമ്മൾ അധികം ഇത് പറിക്കൂല. മറ്റു വെള്ളം ഉണ്ടാക്കാനായിട്ട് ഇതിമ അധികം മൂക്കാനായിട്ട് നിൽക്കൂലല്ലോ. ഇതൊക്കെ നല്ല എല്ലാം പഴുപ്പായിട്ടുണ്ട്. പച്ച ഉണ്ട്. ഇത് അവിടെ കണ്ട പച്ച. ഇനി അത് ആ സൈഡിലുണ്ട്. ഇത് വടുവപ്പുളിയൊക്കെ നമുക്ക് സ്പീഡിൽ പോയിട്ടാണ് പറിക്കാൻ പറ്റൂല. മുള്ളിനെ നോക്കിയിട്ട് വേണം. എന്നാലും മുള്ള് കുറവാട്ടോ. ഇപ്പൊ നമ്മൾ അധികം ഇതുപോലെയുള്ള സീഡ്ലെസ് ലെമൺ ഉപയോഗിക്കുന്നത് അച്ചാറിടാനും പിന്നെ മീനൊക്കെ നമ്മൾ മസാല വെക്കുന്നതിലൊക്കെ ഒഴിക്കുക. നമ്മൾ സുറുക്ക് ഒഴിക്കുന്ന വിനാഗിരി ഒഴിക്കുന്നതിന് പകരമൊക്കെ ഇത് ഒഴിച്ചു വെക്കുക. പിന്നെ സാലഡിലൊക്കെ നമ്മൾ ചെറുനാരങ്ങന്റെ ഉപയോഗമൊക്കെ ഈ ഒരു സമയത്ത് നടക്കും. ചെറുനാരങ്ങ കാട്ടിയും അത്യാവശ്യം നല്ല പുളിയും അങ്ങനെയല്ല നല്ലൊരു ഇതുമാണ് കേട്ടോ. കയ്പും കാര്യമൊന്നും ഉണ്ടാവില്ല. ചെറുനാരങ്ങ ചില സമയമൊക്കെ നമ്മൾ പിഴിഞ്ഞാൽ കയ്പ് വരും. ഇതിന്റെ മുകളിൽ ഇഷ്ടം പോലെ ഉണ്ട്. അതൊക്കെ പറിക്കുക. താഴെയുള്ളതൊക്കെ കഴിഞ്ഞ് ഇവിടെയൊക്കെ കണ്ടോ, ഇതൊക്കെ ആയി വരുന്നുള്ളൂ. ഇതിന്റെ ഇടയ്ക്ക് ചെറുനാരങ്ങയ്ക്ക് മാർക്കറ്റിൽ നല്ല വില വന്ന സമയത്ത് നമുക്ക് സീഡ്ലെസ് ലെമൺ അതിന് ഉപയോഗിക്കില്ല. പക്ഷെ ഇപ്രാവശ്യം എന്താ അറിയില്ല, കുറച്ച് കുറഞ്ഞു പോയി. ഇന്നിപ്പോ ആയി വന്നിട്ടുണ്ട്. അപ്പൊ എന്താ അറിയില്ല, കാലാവസ്ഥയിലൊക്കെ വരുന്ന പ്രശ്നം കൊണ്ടായിരിക്കും 365 ദിവസം നമുക്ക് സീഡ്ലെസ് ലെമൺ ഉണ്ടാവലുണ്ട്. അതാ അതിന്റെ പ്രത്യേകത. അതിൽ പറഞ്ഞാൽ ഇക്കഴിഞ്ഞ വേനലിൽ മാത്രം കുറഞ്ഞു പോയി. മറ്റേത് എല്ലാം നല്ല ഉണ്ടാവുക. നല്ല വേനൽ നമ്മൾ തോട്ടം നനയ്ക്കുന്നതുകൊണ്ട് ഇതിനൊക്കെ നല്ല നനവ് വേണം. തോട്ടം നനയ്ക്കുന്നതുകൊണ്ട് എപ്പോഴും നമ്മുടെ തോട്ടത്തിൽ തണുപ്പുണ്ടാവും. സ്പ്രിംഗ്ലർ ചെയ്യുന്നുണ്ട്. കാപ്പിയൊക്കെ നനയ്ക്കുമല്ലോ നല്ല വേനല്ലേ. എവിടെ നിനക്ക് അങ്ങോട്ട് വരണമെങ്കിൽ കാണുന്ന ഇതിൽ ഉള്ളിലൂടെ വരണം. അതുകൊണ്ടായിരിക്കട്ടെ നമുക്ക് എപ്പോഴും വേനലിൽ കൂടുതൽ ഇതുണ്ടാവുന്നത്. ആദ്യമൊക്കെ കുറച്ച് ചെറിയതായിരുന്നു. ഇപ്പം അത്യാവശ്യം നമ്മുടെ കമ്പിലൊക്കെ കയറി നിൽക്കാനായി. കാപ്പിച്ചെടിയുടെ മുകളിലോട്ടത് ഉയർന്നു ചെയ്താതാ. ഇപ്പൊ സെറ്റായിട്ടാണ്. പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ നന്നായി. മറ്റിങ്ങനെ അടഞ്ഞു പോയിട്ട് ഒരിക്കലും കയറാൻ പറ്റില്ല. ഇത് കണ്ടില്ലേ ഇവിടെ ഇതൊക്കെ ഉണ്ട് പറിക്കാതെ. ഇവിടെ കുറെ എണ്ണ ഉണ്ട്. അതല്ലേ ഒക്കെ കാണുന്നുണ്ട്.
ഇവിടെ കണ്ടോ പച്ചയിലാവുമ്പോൾ കുറച്ച് നീണ്ടിട്ടായിരിക്കും. നല്ല പഴുക്കുമ്പോൾ ഇതുപോലെ നീളം കുറച്ച് കുറഞ്ഞ് ഒരു ഇവിടെയൊക്കെ റൗണ്ടും ഇവിടെ മാത്രം കുറച്ച് എന്താ നല്ല രസമുണ്ട് കാണാൻ. അതിന് ഇട്ടുള്ളതാ. പിന്നെ നമുക്ക് മോൾ ഭാഗത്തുള്ള ഒന്നും കൂടെ നല്ല റൗണ്ടിലൊന്ന്, അത് കുറച്ച് പഴുത്ത് വരുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് ഇതിന്റെ ഇലമറവിലൊന്നും ഉണ്ടായിരുന്നല്ലോ. ഇതാ ഇത് നോക്ക് നല്ല റൗണ്ടായിട്ട്. മറ്റേത് കുറച്ചുകൂടെ ആവാനുണ്ട്. അപ്പൊ മഴ വരുമ്പോഴത്തേനെ നമ്മൾ സീഡ്ലെസ്സിലൊന്നും പറിച്ചു കഴിഞ്ഞിട്ടോ. പക്ഷെ എന്തായാലും വലിപ്പം കുറവാല്ലേ. ഇതൊക്കെ ഉണ്ട് വലിപ്പമുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ചെറുതൊക്കെ ഇതൊക്കെ പഴുത്തതാട്ടോ, അതും പറിച്ചിട്ടുണ്ട്. കാലാവസ്ഥേന്റെ പ്രശ്നം കൊണ്ടായിരിക്കണം. എന്നാലും നമ്മളെ ആവശ്യത്തിന് ഇതന്നെ ധാരാളമാണ്. അപ്പൊ കുറച്ചെടുത്ത് അച്ചാറിടാം, ബാക്കി നമുക്ക് ചെറുനാരങ്ങ ഉപയോഗിക്കുന്നല്ലേ. മഴത്തും ഇപ്പോഴും വെയിലുള്ളതുകൊണ്ട് ഇറക്കി വേണമെങ്കിൽ ലൈം അടിക്കാമല്ലോ അല്ലേ, തണുപ്പിക്കാതെ ലൈം അടിച്ച് കുടിക്കാമല്ലോ. നല്ല പൊതിനി ഇതൊക്കെ ഇട്ടിട്ട് ലൈം അടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. കയ്പുണ്ടാവില്ല. ഞാൻ എടുത്ത് പറയുന്നത് വെച്ചാൽ ഇത് കയ്പില്ലാത്തതുകൊണ്ട് അടിച്ചു വെച്ചാലും നമുക്ക് കുറെ സമയം വെക്കാം. ഇപ്പൊ ഞാൻ വീഡിയോ ഇവിടെ നിർത്തട്ടെ, ഇനി അടുത്ത പണി നോക്കട്ടെ കേട്ടോ.